സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധ നേടിയ നോവലാണ് അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി. ചെന്നൈ നഗരത്തിലേക്ക് സിനിമാ പഠിത്തത്തിനും നോവൽ എഴുതുവാനുള്ള അനുഭവങ്ങൾ സ്വന്തമാക്കുവാനും പോയ ശ്രീരാമിനെ അവിടെ നിന്ന് ലഭിക്കുന്നത് വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. സുഹൃത്തായും വഴികാട്ടിയായും കാമുകനും മകനും അങ്ങനെ പേരറിയാത്ത ഒരുപാട് ജീവിത സാഹചര്യങ്ങളുടെ അനുഭവമാണ് ശ്രീരാമിന് മുൻപിൽ തുറക്കപ്പെട്ടത്. തന്റെ ചെറുപ്പകാലത്തുണ്ടായ മോശപ്പെട്ട സാഹചര്യം കൊണ്ട് ഒരു ജീവിതകാലം മുഴുവൻ ഒരു മോശപ്പെട്ട സ്ത്രീയായി ജീവിക്കേണ്ടി വന്ന മല്ലി എന്ന കഥാപാത്രം നമുക്ക് മുൻപിൽ വേദനാജനകമാണ്. ഗിണ്ടി റെയിൽവേ സ്റ്റേഷൻ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ റാം നേരത്തെ എഴുതി വെച്ച അവന്റെ പേരിന്റെ ഒപ്പം മല്ലി തന്റെ പേരും കൂടി എഴുതി ചേർത്തുകൊണ്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്: ഈ സിമന്റ് ബെഞ്ചിലെങ്കിലും ഞാൻ സ്ഥാനം പിടിച്ചോട്ടെ എന്ന്. ഇവിടെ മല്ലിക്ക് റാമിനോടുള്ള പ്രണയം നമുക്ക് തിരിച്ചറിയാവുന്നതാണ്. തന്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി കടന്നുവന്ന ആനന്ദി എന്ന കഥാപാത്രം വളരെ വ്യത്യസ്തമായ അനുഭവമാണ് നോവലിലൂടെ നമുക്ക് മുന്നിൽ പകർന്നു നൽകുന്നത്. ജീവിത സാഹചര്യങ്ങളെ പൊരുതിക്കൊണ്ട് ജീവിക്കുന്ന ഒരു സാധാരണ സ്ത്രീയായിട്ടാണ് അഖിൽ പി ധർമ്മജൻ ആനന്ദിയെ നമുക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെടുത്തിയിട്ടുള്ളത്. റാമിനോട് ആനന്ദി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്: റാം, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സത്യം പറയൂ. എന്റെ കഥകളെല്ലാം അറിഞ്ഞിട്ടും ഞാൻ ഇതിൽ നിന്ന് എന്നേക്കുമായി പോകുകയാണെന്ന് അറിഞ്ഞിട്ടും നീ എന്നെ ചേർത്ത് പിടിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ റാമിനെ ആനന്ദിയോടുള്ള പ്രണയം നമുക്ക് വളരെ വ്യക്തമാണ്. ഒരിക്കൽ പോലും തങ്ങൾ ഒന്നിക്കില്ല എന്നറിഞ്ഞിട്ടും, പക്ഷേ ഉള്ളുകൊണ്ട് തങ്ങൾ വളരെയധികം സ്നേഹിക്കപ്പെടുന്നുണ്ട്, പ്രണയിക്കുന്നുണ്ട് എന്ന് അവർ അറിഞ്ഞിട്ടും തങ്ങൾക്ക് ഒത്തുചേരാൻ പറ്റാത്തതിന്റെ വേർപാട് നമുക്ക് ഈ നോവലിൽ കാണാൻ സാധിക്കും. റാം, വെട്രി, രേഷ്മ, പാട്ടി, ആനന്ദി തുടങ്ങിയവരുടെ സുഹൃത്ത് ബന്ധം നമുക്ക് വളരെയധികം സ്നേഹമാണ്. നമ്മളുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ അനുഭവങ്ങളിലും സുഹൃത്ത് ബന്ധങ്ങളെ കൂട്ടുപിടിച്ചും അവിടെ ഇണങ്ങിയും പിണങ്ങിയുമെല്ലാം ഒരുമിച്ച് പോകുന്ന ഒരു സുഹൃത്തായും റാമിനെ നമുക്ക് നോവലിൽ കാണാം. സ്നേഹം, കരുതൽ, വേർപാട്, പ്രത്യാശ, അങ്ങനെ ഒരുപാട് ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയാണ് ഈ നോവൽ അവസാനിക്കുന്നത്. നെഞ്ചിലൊരു വേദന, കണ്ണിൽ നിന്ന് ഒരു